ഇന്നത്തെ റെസിപ്പി വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ. കറുമുറ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഏത് സമയം സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ട് പൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഡിസാനയുടെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് പാസ്ത, മക്രോണി അങ്ങനെ ഈ പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ കിടുവായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണേലും എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലുള്ള പാസ്ത വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാക്കണ സ്റ്റൗവിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്തയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റെസിപ്പിയിലേക്ക് നമ്മൾ പിന്നീട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കില്ല, അതുകൊണ്ട് പാസ്തയിലേക്ക് വേണ്ട ഉപ്പൊക്കെ ഈ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണം. ഇപ്പോൾ ഈ പാസ്ത വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ പാസ്ത വേവിച്ചെടുക്കാൻ പറ്റും. കൂടുതലായിട്ട് വെന്ത് പോകുമൊന്നും വേണ്ട. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നക്കിയാൽ നെങ്ങുന്ന ആ രൂപത്തിലായിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇത് കൂടുതലായിട്ട് വെന്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ പാസ്തയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഈ പാസ്ത ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുന്നതിലേറെ നല്ലത് നമ്മൾ ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പാത്രം ഇതേപോലെ നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുത്തിട്ട് അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കായിരിക്കും ഈ പൊടികൾ കൂടുതലായിട്ട് ഒട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി. നല്ല പോലെ ഓരോ പാസ്തയിലും നന്നായിട്ട് ഈ പൊടികൾ നല്ല പോലെ തന്നെ കോട്ടായിട്ട് കിട്ടുകയും വേണം. അപ്പോഴായിരിക്കും ഈ റെസിപ്പി കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ കറിവേപ്പില നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഈ പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ പാസ്ത ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പാസ്ത ഓയിലിലേക്ക് ചേർത്ത് കൊടുത്ത പാട് തന്നെ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പാസ്തയിലേക്ക് ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്നുകിൽ നമ്മൾ ഈ തവിയിലേക്ക് ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ എണ്ണയിലേക്ക് അടർന്ന് വീയാവുണ്ടാവുക. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാം. ഈ പാസ്ത കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് പതുക്കെ തൊട്ട് നോക്കുമ്പോൾ കൈകൊണ്ട് നെങ്ങുന്ന പരുവത്തിലാണെങ്കിൽ നമ്മളിത് എണ്ണയിൽ നിന്നും മാറ്റരുത്. കുറച്ചുകൂടെ സമയം വെച്ചിട്ട് നല്ല പോലെ ഗോൾഡൻ കളറാക്കിയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ഈ ഒരു സമയം മാത്രം നമ്മൾ ഈ പാസ്ത എണ്ണയിൽ നിന്നും മാറ്റിയാൽ മതി. അപ്പോഴേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ കഴിക്കാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാസ്തയും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല പോലെ ക്രിസ്പി ആവാന്ന് പറഞ്ഞാൽ നമ്മളിത് കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ കിൽക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിൽ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ വരും. ആ സമയം വരെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് പൊട്ടിച്ചിട്ടൊന്നും പൊട്ടിയിട്ട് വരണമൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെയാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാ പാസ്തയും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് മധുരം ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരല്പം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കുന്ന ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ട. മധുരം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കായപ്പൊടിക്ക് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
ഞാനിപ്പോൾ ഇതിലേക്ക് ചാട്ട് മസാല കയ്യിലില്ലാത്തതുകൊണ്ട് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇവ രണ്ടും ചേർത്ത് നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നല്ല പോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്, മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ നമുക്കിത് നല്ലൊരു അടപ്പുള്ള ടിന്നിലാക്കിയിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 8-10 ദിവസം വരെ നല്ല കറുമുറായിട്ട് കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ലേസ്, കുർക്കുറെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മളിതിലേക്ക് ചാട്ട് മസാല ചേർത്തിട്ട് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.